ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കന്നിമൂലയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട് വെക്കുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് കന്നിമൂല. ഈ കന്നിമൂലയുടെ പ്രാധാന്യവും ഈ കന്നിമൂലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കന്നിമൂല. വളരെ പവിത്രതയുള്ള സ്ഥാനമായാണ് കന്നിമൂലയെ കണക്കാക്കപ്പെടുന്നത്. അസുരനാണ് കന്നിമൂലയുടെ അധിപൻ. വാസ്തുശാസ്ത്രപ്രകാരം 8 ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഒരു വീട് പണിയാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യമേറിയതുമായ ദിക്കാണ് കന്നിമൂല. ഗൃഹം നിർമ്മിക്കുമ്പോൾ ഈശാനകോണ് താഴ്ന്നും കന്നിമൂല ഉയർന്നു നിൽക്കുന്ന ഭൂമി ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ ഈശാനകോണ് താഴ്ന്നും, ഈശാനകോണ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയെയാണ് ഈശാനകോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈശാനകോണ് താഴ്ന്നും കന്നിമൂല ഉയർന്നു നിൽക്കുന്ന ഭൂമിയായിരിക്കണം വീട് വെക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. വളരെ പവിത്രതയുള്ള സ്ഥാനമായാണ് കന്നിമൂലയെ കരുതപ്പെടുന്നത്. ഇത് താഴ്ന്നു നിൽക്കുന്നതും മലിനമായിരിക്കുന്നതും കുടുംബത്തെ കാര്യമായി ബാധിച്ചേക്കാം. കുളം, കിണർ, അഴുക്കുചാലുകൾ, കക്കൂസ് ടാങ്ക്, മറ്റ് കുഴികൾ തുടങ്ങിയവ കന്നിമൂലയിൽ പാടില്ല. കന്നിമൂലയിൽ ശൗചാലയം ഒരിക്കലും പാടില്ലെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. 8 ദിക്കുകളിൽ 7 എണ്ണത്തിൻ്റെയും അധിപർ ദേവന്മാരാണ്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാണ്. ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യവും നമ്മൾ വളരെയധികം കൊടുക്കുന്നത്. ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്കേ പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വടക്ക് കിഴക്കേ മൂലയിലേക്കാണ് ഊർജത്തിൻ്റെ പ്രവാഹം. അതായത് ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് കന്നിമൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂല, അതായത് കന്നിമൂലയിൽ നിന്ന് ഈശാനകോണിലേക്കാണ് ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നത്. കന്നിമൂലയിലെ ശൗചാലയം ഈ ഊർജത്തെ മലിനമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ കന്നിമൂലക്ക് ടോയ്ലറ്റ് വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ഭൂമിയുടെ പ്രദക്ഷിണ വീതി, ഭൂമിയുടെ കറക്കം അനുസരിച്ചിട്ട്, പ്രദക്ഷിണ വീതി അനുസരിച്ചിട്ട് ഈ കന്നിമൂലയിൽ നിന്ന് ഈശാനകോണിലേക്കാണ് ഊർജത്തിൻ്റെ പ്രവാഹം നടക്കുന്നത്. അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഊർജത്തിൻ്റെ പ്രവാഹം നിലയ്ക്കുകയും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കന്നിമൂലക്ക് ടോയ്ലറ്റ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത, ധനം, ഉയർച്ച എന്നിവയ്ക്ക് ദോഷമുണ്ടാകാനും ഈ കന്നിമൂലയിലെല്ലാം പ്രശ്നങ്ങൾ കാരണമാകുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്ക് അടിമപ്പെടും. കുടുംബത്തകർച്ച, കർമ്മമേഖലയിൽ തിരിച്ചടി, കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക, കുട്ടികൾ വഴിതെറ്റുക തുടങ്ങിയ പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്നു. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കന്നിമൂലയിൽ കിടക്കാൻ പാടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ കന്നിമൂലയിൽ കിടക്കാതിരിക്കുന്നതാണ് ഉചിതം. പക്ഷേ കന്നിമൂലയിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ആത്മീയ പ്രവൃത്തികൾക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം കന്നിമൂലയാണ്. വാസ്തുശാസ്ത്രപ്രകാരം പൂജാമുറിക്ക് ഉത്തമമായ സ്ഥലമാണിത്. എന്നാൽ അപ്സ്റ്റെയർ കന്നിമൂലയിൽ വരാൻ പാടില്ല. കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗൃഹനാഥനെ മോശമായി ഭവിക്കും. ധനവരവിനെയും ഇത് സാരമായി ബാധിച്ചേക്കാം. എന്നാൽ അപ്സ്റ്റെയർ പരിധി നിർണയിച്ച് കന്നിമൂലയിൽ നിർമ്മിക്കാം. ദൈവികം, ജ്ഞാനം, പൗരാണികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾക്കാണ് കന്നിമൂല ഉചിതം. ഓരോ മതവിശ്വാസികളും അവരുടെ മതഗ്രന്ഥങ്ങൾ ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കുടുംബത്തിലെ ഐശ്വര്യസിദ്ധി ഉണ്ടാകാനുള്ള ഒരു മാർഗമാണിത്. ധനം സൂക്ഷിക്കാനും വിളക്ക് തെളിയിക്കാനും ഏറ്റവും ഉചിതമായ ഭാഗമാണ് കന്നിമൂല. ഇപ്പോൾ ഇത്രയൊക്കെയാണ് കന്നിമൂലയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.